അവിടെയാണ് ശൈത്താൻ വരുന്ന വേറെ രൂപമാണ് എന്ത്. നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാൽ നമ്മളെ ചെവിയിൽ വന്നിട്ട് പറയുന്നത്, നീ നല്ല ഒരു നിലയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ദഅവത്ത് നടത്താനും പ്രബോധനം നടത്താനും നിനക്കെന്ത് വിവരമുള്ളത്? ഈ എഞ്ചിനീയർ അല്ലേ, ഈ കച്ചവടക്കാരനല്ലേ, ഈ ഒരു സാധാരണ കർഷകനല്ലേ? അപ്പോൾ നല്ല വിവരമുള്ള ആഴത്തിൽ വിവരമുള്ളവർക്കല്ലേ പ്രബോധനം നടത്താൻ പാടുള്ളൂ. അപ്പം നീ പ്രബോധനം നടത്തുന്നത് തന്നെ കുറ്റമാണ്. ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദഅവത്ത് നടത്താൻ അറിവ് അനിവാര്യമാണ്. പക്ഷെ ഇസ്ലാമിലുള്ള എല്ലാ അറിവും പൂർത്തിയായിട്ടേ ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് നടത്താൻ പറ്റും? നമ്മളാരും പൂർണ്ണരല്ല. നമ്മളെന്തേ ചെയ്യേണ്ടുള്ളൂ? നമ്മൾ പറയുന്ന വിഷയത്തിൽ നമുക്ക് അറിവ് വേണം, അതിൽ തെറ്റാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ തെറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്, ഈ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഒരു വീട്ടിൽ പോയിട്ട് ഒരാളെ ക്ഷണിച്ചൂടെ? അതിന് വലിയ വിവരം വേണ്ടല്ലോ. അതിന് ആ വീട്ടിലുള്ള വഴിയും അയാളൊരു പരിചയം ഉണ്ടായാൽ മതി. അയാൾ എന്തെങ്കിലും സംശയം നമ്മളോട് ചോദിച്ചാൽ എന്ത് പറയാം? നിങ്ങൾ ആ പ്രോഗ്രാമിന് വരി, അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കും. ഇത്ര പറഞ്ഞാൽ മതി, അറിയുന്നത് പറഞ്ഞാൽ മതി, അറിയാത്തത് പറയണ്ട. അപ്പൊ അത് നമുക്ക് ചെയ്തൂടെ? പക്ഷെ അതുപോലും ചെയ്താൽ കുറ്റമാവും എന്നുള്ള രൂപത്തിലാണ് ചില ആളുകൾ നമ്മളോട് വന്ന് പറഞ്ഞു തരിക. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർക്കേ പ്രബോധനം നടത്താവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചിലരിവിടെ വന്നിട്ട് സലഫികൾക്കെതിരെ ആരോപണം പറയാറുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ കളവ് പറയുകയാണ് എന്നാണ് അത്തരക്കാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുഴുവൻ പഠിച്ച് പണ്ഡിതനായി അല്ലാതായാൽ മാത്രമേ ഒരാൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. തൗഹീദ് ഇല്ലാത്തൊരു തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ശിർക്ക് ചെയ്യുന്നവനോട് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം പഠിച്ച് തികഞ്ഞ ആൾക്കേ പറ്റുള്ളൂ എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ശുദ്ധമായ കളവാണ്, നമ്മൾ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലായ കാര്യം അത് വ്യക്തമാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരു ആലിമുൽ അല്ലാമ ഒരാൾക്ക് ആകാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് വല്ല ദഅവത്തും നടക്കുമോ? കാരണം ഏതെങ്കിലും ഒരു പണ്ഡിതൻ എല്ലാ അറിവും പൂർത്തിയാക്കിയ ആളുകളുണ്ടോ? ആരുമില്ല. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രബോധനം നടത്താവൂ എന്നുള്ളത്. നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞത് പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, പ്രബോധനം അത് ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്? ഈ ഒന്നാമത്തെ കാര്യം ശരിയാക്കുന്ന ആളുകൾക്ക് പറഞ്ഞതാണ്. കാരണം ഫാഖിദുശ്ശൈലായുഅ്തി, കയ്യിലൊന്നും ഇല്ലാത്തവനൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ പ്രബോധനം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് എന്താണ്? അറിവാണ്. ആ അറിവ് നമ്മൾ സ്വായത്തമാക്കണം. ആ അറിവ് സ്വായത്തമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റടിമകളായ അറിവില്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരിലേക്ക് അത് പകർന്നു നൽകുക. അതിനാണ് അദ്ദഅവ ഇലല്ലാഹ്, അള്ളാഹുലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള, നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല സൂറത്തു ആലി ഇംറാനിൽ 104-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്താണ് അവർ ചെയ്യേണ്ടത്? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ അത് കൽപ്പിച്ചു കൊടുക്കണം, തിന്മ കണ്ടാൽ അത് വിലക്കുകയും വേണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മുടെ ബാധ്യതയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു നന്മ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കിയ ഒരു തിന്മ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആളുകളെ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽ പെട്ട കാര്യമാണ്. അതെങ്ങനെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം? വളരെ കൃത്യമായി പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ സഹോദരങ്ങളെ അത് ചെയ്യാൻ ഒന്നോ രണ്ടോ ആളുകൾ ഈ ദീൻ പ്രബോധനം ചെയ്യാനുണ്ട് എങ്കിൽ, കഴിവുള്ളവരാണ് എങ്കിൽ, അവരുടെ ആ പ്രബോധനം കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ നിർബന്ധ ബാധ്യത തീരുന്നതാണ്. അതായത് അദ്ദഅവതു ഇലല്ലാഹ് എന്ന് പറയുന്നതിന് ഹുക്ം അത് ഫർളു കിഫായയാണ്. ഒരു നാട്ടിൽ ഒരാൾ രണ്ടാൾ ഈ ദഅവത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിന്റെ ശരിയായ രൂപം മനസ്സിലാക്കി കൊടുക്കാൻ, മുസ്ലിമീങ്ങളെ ദീൻ പഠിപ്പിക്കാൻ അതിനു വേണ്ടിയുണ്ട് എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധ ബാധ്യത ഇല്ല. എന്നാൽ ആരും അതിനുവേണ്ടി തയ്യാറായിട്ടില്ലെങ്കിലോ, കഴിവുള്ളവൻ അത് തയ്യാറാകുന്നില്ലെങ്കിലോ, സഹോദരങ്ങളെ, അതിന് കഴിവുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബിന്റെ ശിക്ഷയുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീൻ പ്രബോധനം ചെയ്യാൻ നമ്മെ കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം റബ്ബിന്റെ മാർഗത്തിലേക്ക്. ബിൽ ഹിക്മ വൽ മൗഇദത്തുൽ ഹസന, ഹിക്മത്ത് കൊണ്ടും അൽ മൗഇദത്തുൽ ഹസന കൊണ്ടുമാണ് വേണ്ടത് എന്ന്. എന്താണ് ഹിക്മത്ത്? പണ്ഡിതന്മാർ കുറെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ ഹിക്മത്ത് യഥാർത്ഥ അറിവാണ്. ഹിക്മത്ത് അതെന്താണെന്ന് പറയപ്പെടാൻ ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്, സുന്നത്തുകളാണ്.
ഇതാണ് ഏറ്റവും വലിയ ഹിക്മത്ത്. ഈ ഹിക്മത്ത് കൊണ്ട്, യഥാർത്ഥ അറിവ് കൊണ്ട് നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തുൽ ഹസന, നല്ല ഉപദേശങ്ങൾ, അതാണ് നിന്റെ ഹിക്മത്ത്. അതുപോലെ തന്നെ അത് ഫലപ്പെടണമെങ്കിൽ അൽ മൗഇദത്തുൽ ഹസന ആയിരിക്കണം, നല്ല വഅളായിരിക്കണം, നല്ല ഉപദേശമായിരിക്കണം. ആ രൂപത്തിൽ നീ ആളുകളിലേക്ക് എന്ത് ചെയ്യണം സഹോദരങ്ങളെ? ആളുകളിലേക്ക് നീ ക്ഷണിക്കണം. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൽ പറയുന്നു, ഖുൽ ഹാദിഹി സബീലി, നബിയെ പറയുക, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അല ബസീറ അന വമൻ ഇത്തബഅനി, അല ബസീറ, ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്ഷണിക്കേണ്ടത്. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അല ബസീറ, അറിവ് വേണം. അറിവില്ലാതെ നിങ്ങൾ ക്ഷണിക്കാൻ പാടില്ല. കാരണം അറിവില്ലാതെ ക്ഷണിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞ് അവൻ താക്കീത് ചെയ്യുന്നത് ചിലപ്പോൾ തൗഹീദ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞ് അവൻ ആളുകളെ ക്ഷണിക്കുന്നത് ശിർക്കിലേക്കായിരിക്കും. ബിദ്അത്ത് എന്ന് പറഞ്ഞ് അവൻ താക്കീത് ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വിട്ട സുന്നത്തായിരിക്കും. അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞ് ആളുകൾ അവൻ ചെയ്യിപ്പിക്കുന്നത് ദീനിൽ വഴിവഴച്ച വലാലത്തായിരിക്കും. അതുകൊണ്ട് അറിവ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അറിവില്ലാത്തവന് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന, ബുദ്ധിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഒരാൾക്കൊരു മെഡിസിൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അയാൾ നേരത്തെ ഡോക്ടറായിരിക്കണം, അയാൾ നേരത്തെ പഠിച്ച ആളായിരിക്കണം. ആ പഠിക്കാത്ത ഒരാൾക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ആരെങ്കിലുമൊക്കെ അങ്ങാടിയിൽ ഇരിക്കുന്ന ഏതെങ്കിലുമൊക്കെ രണ്ടാൾക്കാരോട്, അങ്ങാടിയിൽ സംസാരിച്ചിരിക്കുന്ന, നാട്ടുവർത്താനം പറയുന്ന, മാതൃഭൂമി മനോരമ ഒക്കെ വായിക്കുന്ന ഒരാളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചികിത്സാ രീതികൾ പഠിപ്പിച്ചു തരുമോ, മെഡിസിൻ പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കോ? വിഡ്ഢിയെന്ന് നമ്മൾ പറയുള്ളൂ. കാരണം അവൻ ചിലപ്പോൾ പത്രം വായിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ധാരണ ഉണ്ടാവും. ഇന്നൊക്കെ വെച്ച പെനഡോൾ ഒഴിച്ച അത് തലവേദന മാറും, പനി മാറും, ഇത് അറിയുണ്ടാവും. ശിവന്റെ അടുത്ത് പോയി ആരെങ്കിലും ആ മെഡിസിൻ പഠിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് അത് പഠിച്ചു മനസ്സിലാക്കിയ, അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കി അതിന്റെ വരുംവരായികളൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളുടെ അടുക്കലിനെ പഠിക്കുകയുള്ളൂ. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ഒരായത്താണെങ്കിലും നിങ്ങൾ അറിയിക്കണം. ബല്ലു അന്നി വലു ആയ, ബല്ലു അന്നി വലു ആയ. ഇതാണ് ചില ആൾക്കാർ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരായത്തെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ആയത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതല്ല. അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് ദീൻ അത് പ്രബോധനം ചെയ്യാൻ അത് എന്തു വേണം? നമ്മൾ കൃത്യമായി അറിവ് മനസ്സിലാക്കി പഠിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർക്കേ പ്രബോധനം നടത്താവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചിലരിവിടെ വന്നിട്ട് സലഫികൾക്കെതിരെ ആരോപണം പറയാറുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ കളവ് പറയുകയാണ് എന്നാണ് അത്തരക്കാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുഴുവൻ പഠിച്ച് പണ്ഡിതനായി അല്ലാതായാൽ മാത്രമേ ഒരാൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. തൗഹീദ് ഇല്ലാത്തവൻ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ശിർക്ക് ചെയ്യുന്നവനോട് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം പഠിച്ച് തികഞ്ഞ ആൾക്കേ പറ്റുള്ളൂ എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ശുദ്ധമായ കളവാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലായ കാര്യം അത് വ്യക്തമാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരു ആലിമുൽ അല്ലാമ ഒരാൾക്ക് ആകാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് വല്ല ദഅവത്തും നടക്കുമോ? കാരണം ഏതെങ്കിലും ഒരു പണ്ഡിതൻ എല്ലാ അറിവും പൂർത്തിയാക്കിയ ആളുകളുണ്ടോ? ആരുമില്ല. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാം തികഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രബോധനം നടത്താവൂ എന്നുള്ളത്.